السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، وأشهد أن لا إله إلا الله وحده لا شريك له شهادة تكون سبب النعيم المؤبد، وأشهد أن سيدنا ونبينا محمدا عبده ورسوله المشرف المؤيد، صلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه والتبع السجد. أما بعد فأوصيكم بتقوى الله، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. وما توفيقي إلا بالله، عليه توكلت وإليه أنيب. وما توفيقي إلا بالله، عليه توكلت وإليه أنيب. لخمسة لطفي بها حر الوباء الحاتمة، المصطفى والمرتضى وابناهما والفاطمة. لا إله إلا الله، لا إله إلا الله، لا إله إلا الله محمد رسول الله. അഭിവന്ദരായ ഈ മഹത്തായ സദസ്സിന്റെ നായകൻ, നാം വളരെ ആദരവോടെ കാണുന്ന അഭിവന്ദനായ ജബ്ബാർ ഉസ്താദ്, വളരെ പ്രൗഢമായ രീതിയിൽ മഹാനായ ചെറുവാളൂർ ഉസ്താദിന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും ഹ്രസ്വമാണെങ്കിലും നമുക്ക് ഗ്രഹിക്കാവുന്ന രീതിയിൽ പ്രൗഢമായി പ്രഭാഷണം നടത്തിയ, നിങ്ങൾക്കൊക്കെ അറിയുന്ന, പ്രത്യേകിച്ച് പ്രഭാഷണ രംഗത്ത് ഒരുപാട് സദസ്സുകളിൽ ദീനീ പ്രബോധന ദൗത്യമായി രംഗത്ത് തിളങ്ങി നിൽക്കുന്ന അഭിവന്ദനായ സുഹൃത്ത് അബൂ ത്വാഹിർ ഫൈസി ചുങ്കത്തറ, അതുപോലെ സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായ രക്ഷിതാക്കളെ, സ്നേഹതികളായ യുവ സുഹൃത്തുക്കളെ, ഉമ്മ പെങ്ങന്മാരെ, വിശിഷ്യ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സമുദായ അംഗങ്ങളെ, അൽഹംദുലില്ലാഹ്, ഒരനുഗ്രഹീതമായ സദസ്സിലാണ് നമ്മളുള്ളത്. വിശിഷ്യ സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ ദീർഘകാലം കേന്ദ്ര മുശാവറയിലും അതുപോലെ തന്നെ ഒട്ടനവധി ആത്മീയ സദസ്സുകൾക്ക് നേതൃത്വം നൽകിയ, ആത്മീയ സദസ്സുകൾക്ക് വളരെ ഭക്തി നിർഭരമായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ മർഹൂം ചെറുവാളൂർ ഉസ്താദിന്റെ ആണ്ടിനോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ജബ്ബാർ ഉസ്താദ് നടത്തി വരുന്ന ഗോൾഡൻ ശിവ മജ്ലിസ്, ഒരുപാട് ആളുകൾക്ക് ഇവിടെ പറയപ്പെട്ടതുപോലെ ഈ മജ്ലിസുമായി ശാരീരിക, മാനസിക, സാമ്പത്തികമായ സന്തോഷങ്ങളും അതിലുപരി അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ തഖർറുബ് ലഭിക്കാൻ ഇത്തരത്തിലുള്ള ആത്മീയ മജ്ലിസുകൾക്ക് സാധ്യമാവുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായി ഈ സദസ്സ് കബൂൽ ചെയ്യട്ടെ. ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് മുഈൻ അലി ശിഹാബ് തങ്ങൾ ഈ മഹത്തായ സദസ്സ് ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഏതാനും ചില കാര്യങ്ങൾ ഈ സദസ്സുമായി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്
അല്പം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. പ്രത്യേകിച്ച് ഗോൾഡൻ ഷിഫ മജ്ലിസ് എന്ന് പറയുന്ന മഹത്തായ ഒരു സംരംഭം നമ്മുടെ മുമ്പിലുണ്ട്. എന്നെ കേൾക്കുന്ന കൂടുതൽ ആളുകളും ആ സദസ്സുമായി പല നിലക്കും ബന്ധപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ആത്മീയ സദസ്സുമായി നാം ബന്ധപ്പെടുമ്പോൾ ഒരു മുസ്ലിം എന്ന രീതിയിൽ നമ്മുടെ ലക്ഷ്യം ഇഹപര വിജയം കരസ്ഥമാക്കുക എന്നതാണ്. സത്യത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയത് ദീനിന്റെ പേരിലാണ്. മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, നാളെ പാരത്രിക ലോകത്ത് ഒരു ജനത കടന്നു വരും. ആ പ്രതിസന്ധി ഘട്ടത്തിൽ ആരാരും സഹായിക്കാനില്ലാത്ത മഅ്ശറ മഹാകോടതിക്ക് മുമ്പിൽ അഖ്വാമൻ ഒരു ജനത കടന്നു വരും. അങ്ങനെ അവർ കസ്തൂരിക്കുന്നിന്മേൽ ഉല്ലസിക്കും. മഅ്ശറ മഹാകോടതിക്ക് മുമ്പിൽ ആരാരും സഹായിക്കാനില്ലാത്ത മുറ്റത്ത് ഒരുപാട് ആളുകൾ പ്രതിസന്ധി നേരിടുമ്പോൾ ചില ആളുകൾ മാത്രം പ്രത്യേകമായ പടച്ച തമ്പുരാൻ നൽകിയ കസ്തൂരിക്കുന്നിന്മേൽ ഉല്ലസിക്കും. ലൈസു ബി അംബിയാ വലാ ശുഹദാ. പുണ്യനബി പറയുന്നു, ആ പ്രതിസന്ധി ഘട്ടത്തിൽ പലപ്പോഴും രക്ഷപ്പെടുന്നത് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം സമർപ്പിച്ച മഹാന്മാരായ അമ്പിയാക്കളാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ ദീനിൽ ഇസ്ലാമിന്റെ പ്രബോധന ദൗത്യത്തിന് വേണ്ടി പടപൊരുതി രക്തസാക്ഷിത്വം വഹിച്ച ശുഹദാക്കളാണ്. പക്ഷേ ഈ പറയപ്പെട്ട വ്യക്തിത്വങ്ങൾ, ഈ ജനങ്ങൾ, അവർ അമ്പിയാക്കളോ ശുഹദാക്കളോ അല്ല. അത്ഭുതത്തോടെ സദസ്സിൽ നിന്നൊരു സഹാബി ചോദിച്ചു, അത്രേ, ജല്ലിഹിം ലനാ നഅരിഫുഹും യാ റസൂലല്ലാഹ്. ആരാണ് നബിയേ ആ മഅ്ശറ മഹാകോടതിക്ക് മുമ്പിൽ ആരാരും സഹായിക്കാനില്ലാത്ത മുറ്റത്ത് വെച്ച് എല്ലാവരും പ്രതിസന്ധി നേരിടുമ്പോ പ്രത്യേകമായ സൗഭാഗ്യം ലഭിക്കുന്നവരാരാ? ആ സമയത്ത് റസൂലുള്ള പറഞ്ഞു, അവർ വ്യത്യസ്ത തറവാട്ടിൽ ജനിച്ചവരാ. ഫി ബിലാദിൻ ശത്താ വഫി ഖറിയത്തിൻ ശത്താ. വ്യത്യസ്ത നാടുകളിൽ നിന്ന്, വ്യത്യസ്ത വീടുകളിൽ നിന്ന്, വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് മഹാനായ ജബ്ബാർ ഉസ്താദ് നടത്തുന്ന ഈ മജ്ലിസിൽ വ്യത്യസ്ത പ്രദേശത്തുള്ളവർ, നാട്ടുകാർ, കുടുംബക്കാരും ഒരുപക്ഷെ നമ്മുടെ ജില്ലയിൽ പെടാത്തവരും ഉണ്ടായേക്കാം. ഫി ബലാദിൻ ശത്ത. ഇന്നാലിന്ന വ്യത്യസ്ത നാടുകളിൽ നിന്ന് വന്നവരാ. ഫി ഖറിയത്തിൻ ശത്ത. വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് വന്നവരാ. അതോടൊപ്പം തന്നെ മറ്റു പല നിലക്കുമുള്ള വ്യത്യാസങ്ങൾ അവർക്കുണ്ടാകാം. പക്ഷേ എല്ലാം ഹുമുൽ മുതഹാബൂന ഫില്ലാഹ്. പക്ഷെ അല്ലാഹുവിന് വേണ്ടി അവർ പരസ്പരം ഇഷ്ടപ്പെട്ടവരായി. എങ്ങനെയെന്നറിയോ? യജ്തമിഊന അലാ ദിക്രിൻ മിൻ ദിക്രില്ലാഹ്. അവർ പരസ്പരം അറിഞ്ഞത്, ബന്ധപ്പെട്ടത്, സുഹൃത്തുക്കളായത് ഇത്തരത്തിലുള്ള ആത്മീയമായ സദസ്സുകളിൽ പങ്കെടുത്തു. അങ്ങനെ അറിഞ്ഞു, ബന്ധപ്പെട്ടു, പിന്നെ അഭേദ്യമായ ബന്ധമായി മാറി. ഞാനും അബൂ ത്വാഹിർ ഉസ്താദ് ഫൈളി അവർകൾ വർഷങ്ങളായി സുഹൃത്തുക്കളാണ്. ഞാൻ ഏതോ ഒരു സ്ഥലത്ത് വസിക്കുന്ന ആളാ. എന്നെക്കാൾ എത്രയോ മുമ്പ് പ്രഭാഷണം നടത്തുന്ന ആളാ. പക്ഷെ എന്നെക്കാൾ വയസ്സ് കുറവാ. 31 വയസ്സേ ഉസ്താദിനായിട്ടുള്ളൂ. എത്രയോ വേദികൾ പ്രഭാഷണം നടത്തിയ സുഹൃത്താ. പക്ഷേ വർഷങ്ങളായി അദ്ദേഹം ഒരു നാട്ടിലാണ്, ചുങ്കത്തറ എന്ന പ്രദേശത്ത്. പക്ഷെ ഞങ്ങൾ അഭേദ്യമായ ബന്ധമാണ്. ഒരു ജ്യേഷ്ഠ സുഹൃത്തിനെ പോലെയാണ്. ഞാൻ ഇന്നിവിടെ വരാൻ കാരണം ആ പ്രിയപ്പെട്ട സുഹൃത്താണ്. അദ്ദേഹം എന്നോട് ഈ പരിപാടിയെ കുറിച്ച് വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങൾ പരസ്പരം അറിഞ്ഞത് ഇത്തരത്തിലുള്ള മജ്ലിസിലൂടെയാണ്.
ഒരു സ്ഥലത്ത് ഞാൻ ചെറുകുളമ്പ് ജോലി ചെയ്തിരുന്നു. ചട്ടിപ്പറമ്പെടുത്ത് അവിടെ ഉസ്താദ് പ്രഭാഷണം നടത്താൻ വന്നു. അന്നു മുതലാണ് ഞങ്ങൾ പരസ്പരം അറിഞ്ഞതും ബന്ധപ്പെട്ടതും. പരസ്പരം ബന്ധങ്ങൾ ഇന്ന് വരെ പുതുക്കി വരുന്നു. അല്ലാഹു ആഖിറത്തിൽ ഉപകരിക്കുന്ന നല്ല ബന്ധങ്ങളാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് പരസ്പരം അവർ അറിഞ്ഞത് ഇത്തരത്തിലുള്ള മജ്ലിസിലൂടെയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവർ പരസ്പരം സുഹൃത്തുക്കളായത്, അവർ പരസ്പരം ബന്ധപ്പെട്ടത് ഒരേ നാട്ടുകാരല്ല, ഒരേ പ്രദേശത്തുള്ളവരല്ല, ഒരേ കുടുംബത്തിലുള്ളവരല്ല, മറിച്ച് അവർ അല്ലാഹുവിന്റെ മജ്ലിസിൽ ഒത്തുകൂടി അങ്ങനെ പരസ്പരം അറിഞ്ഞു. അങ്ങനെ അവർ പരസ്പരം അറിഞ്ഞു, പരസ്പരം സ്നേഹിച്ചു, അല്ലാഹുവിന് വേണ്ടി പരസ്പരം ബന്ധം പുതുക്കി. ഹും അലാ കസീബിൻ മിൻ മിസ്ക്. അത്തരത്തിൽ അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച് ബന്ധപ്പെട്ടവർ. ഞാൻ പറഞ്ഞു വന്നത് ഈ മഹത്തായ ഗോൾഡൻ ഷിഫ മജ്ലിസിന്റെ വാക്താക്കളാണ് ഇരിക്കുന്നവർ. അതിന്റെ പേരിലാ മഹാനായ ചെറുവാൾ ഉസ്താദിന്റെ അനുസ്മരം നടന്നു വരുന്നത്. അങ്ങനെ മജ്ലിസിലൂടെ നമ്മൾ അറിഞ്ഞു ഈ ബന്ധം അത്ഭുതമാണ്. ഈ ബന്ധം നാളെ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് സ്വീകരിക്കുന്നതാണ്. അല്ലാഹു നാളെയുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ബന്ധങ്ങളായി നമ്മുടെ ബന്ധം അല്ലാഹു മാറ്റിത്തരട്ടെ. ഒന്നുകൂടി പറയട്ടെ, ഈ സദസ്സിൽ നമ്മൾ ഇന്നലെയും ഇന്നും ഇൻഷാ അല്ലാഹ് നാളെയും ഒത്തുകൂടുന്നു. അതോടൊപ്പം തന്നെ ജബ്ബാർ ഉസ്താദിന്റെ കീഴിൽ മജ്ലിസും നടന്നു വരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളോട് സ്നേഹത്തോടെ പറയാനുള്ളത്, ഇത് സാധാരണ മജ്ലിസല്ല, ഇതൊരു ചടങ്ങ് പോലെ നമ്മൾ വന്നു തീർക്കേണ്ടതല്ല. ഈ മജ്ലിസ് അത്ഭുതമാണ്. ഈ മജ്ലിസിന്റെ മഹത്വം നമുക്ക് ഇന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. പ്രിയപ്പെട്ട ഉപ്പമാരോട് സ്നേഹത്തോടെ, പ്രിയപ്പെട്ട ഉമ്മമാരോട് സ്നേഹത്തോടെ, പ്രിയപ്പെട്ട എന്റെ ചെറുപ്പക്കാരാ, ഈ സദസ്സിൽ നമ്മൾ വന്നിരുന്നത് നഷ്ടപ്പെടില്ലടോ, ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടില്ല. ഈ സദസ്സിന്റെ മഹത്വം ഇന്ന് നമുക്കറിയില്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള സദസ്സ് അവഗണിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആത്മീയ മജ്ലിസുകൾ ആളുകൾ കുറവാണ്. പക്ഷേ കാരണമെന്താ? ഇത്തരത്തിലുള്ള സദസ്സിന്റെ മഹത്വം വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ്. ഈ സദസ്സിന്റെ മഹത്വം നമുക്ക് നാളെ അറിയാൻ പറ്റും. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, വല്ലാത്ത അത്ഭുതത്തിന്റെ ഹദീസ. ഈ സദസ്സിൽ വളരെ പ്രതീക്ഷയോടെ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് സ്നേഹപൂർവ്വം പറയുന്നു, ഇത് നമുക്ക് രക്ഷപ്പെടാനുള്ള സദസ്സാ. ഈ സദസ്സ് സാധാരണ സദസ്സല്ല. ഇത് നാളെ സ്വർഗത്തിലെത്താൻ, നാളെ സ്വർഗത്തിൽ സന്തോഷിക്കാൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ സ്വർഗത്തിലെത്തുമ്പോൾ അല്ലാഹു നമുക്ക് ഈ സദസ്സ് കാരണം സന്തോഷിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, നാളെ രണ്ട് സുഹൃത്തുക്കൾ പരസ്പരം കണ്ടുമുട്ടുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലെത്തുമ്പോൾ ഇത്തരത്തിലുള്ള സദസ്സിനെ കുറിച്ച് ഓർക്കുമത്രേ. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, സ്വർഗത്തിലെത്തുമ്പോ ആളുകൾ ഇങ്ങനെ ചിന്തിക്കുമത്രേ. കാരണം ഓരോരുത്തർ നന്മ ചെയ്ത പ്രതിഫലത്തിന്റെ കണക്കനുസരിച്ച് സ്വർഗത്തിൽ വ്യത്യസ്ത തട്ടിലായിരിക്കും. അപ്പോൾ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ കാണാൻ ഈ ഗോൾഡൻ ഷിഫ മജ്ലിസിൽ പങ്കെടുത്ത ഒരാൾ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. മഹാനായ ചെറുവാളൂർ ഉസ്താദിന്റെ ആണ്ട് സദസ്സിൽ എന്റെ കൂടെ ഇരുന്ന എന്റെ കൂട്ടുകാരനെവിടെ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിൽ ഇങ്ങനെ ചിന്തിക്കുക, ചില ആളുകളെ കാണാൻ വല്ലാത്ത ആഗ്രഹം വരും. സ്വർഗം അതാണല്ലോ. സ്വർഗത്തിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അല്ലാഹു സഡനാക്ഷനായിട്ട് നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിൽ ഇവിടെന്ത് ക്ലേശം സാരമില്ല നിന്നിൽ. ആരൊക്കെ നിന്നെ ദരിദ്രനായി ധരിച്ചെങ്കിലും കോടീശ്വരൻ നീ തന്നെ കാലത്തും അതിലുണ്ട് മുന്തിരി.
തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് റബ്ബേ വല്ലാതെപ്പോഴും അതിനോട് അതിലേക്ക് നീ ഒരു പാസുതാ മന്നാനേ അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ താൽക്കാലികമായി ചെറിയ പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നാലും സ്വർഗമാണ് ലക്ഷ്യമെങ്കിൽ ആ സ്വർഗം വല്ലാത്ത അത്ഭുതത്തിന്റെ കലവറയാ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ ചെറിയൊരു വിവരണം നൽകട്ടെ സ്വർഗത്തെ കുറിച്ച് ഒരിക്കൽ മനോഹരമായ കാണാൻ ഭംഗിയുള്ള പട്ടുവസ്ത്രം കൊണ്ടുവരപ്പെട്ടു പാവങ്ങളാണ് മഹാന്മാരായ സ്വഹാബാ കിറാമിന്റെ സദസ്സിലേക്ക് കാണാൻ ഭംഗിയുള്ള മനോഹരമായ പട്ടുവസ്ത്രം കൊണ്ടുവന്നപ്പോൾ എല്ലാവരും അതിനെ തൊട്ടു നോക്കുകയാണ് എന്തൊരു മനോഹരം എന്തൊരു മൃദുലം എന്തൊരു രസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഈ ദുനിയാവിന്റെ പട്ടുവസ്ത്രം കൊണ്ട് നിങ്ങൾ ആശങ്കപ്പെടേണ്ട ഈ ദുനിയാവിന്റെ പട്ടുവസ്ത്രം കൊണ്ട് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട ലമനാദിലു സഅദ് ഇബ്നു മുആദിൻ അഫ്ളലു മിൻഹാ ഈ ഭൂമി ലോകത്ത് മനോഹരമായ വിലപിടിപ്പുള്ള പട്ടുവസ്ത്രം കണ്ടത് അന്താളിപ്പൊച്ച പോയ സ്വഹാബാ കിറാമിനോട് പറഞ്ഞു സ്വഹാബാ ഇത് താൽക്കാലികമാണ് ഈ പട്ടുവസ്ത്രം കൊണ്ട് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട നാളെ സഅദ് ഇബ്നു മുആദ് തങ്ങൾ സ്വർഗത്തിൽ കൈതുടച്ച് വലിച്ചെറിയുന്ന കർച്ചീഫ് ഇതിനേക്കാൾ എത്രയോ വിലമതിക്കുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ ഞാൻ പറഞ്ഞു വന്നത് അത്രയും അത്ഭുതമാണ് സ്വർഗം ആ സ്വർഗത്തിൽ നമ്മൾ എത്തിയാൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വരുമത്രേ നമ്മുടെ കൂട്ടുകാരനെ കാണാൻ ഓരോരുത്തർ ചെയ്ത നന്മയുടെ പ്രതിഫലം അനുസരിച്ച് സ്വർഗത്തിൽ വ്യത്യസ്ത തട്ടിലായിരിക്കും അപ്പോൾ ഈ ഗോൾഡൻ ഷിഫ മജ്ലിസിലുള്ള ഒരാൾ ഇങ്ങനെ ചിന്തിക്കുക മഹാനായ ചെറുവാളൂർ ഉസ്താദ് 2024 ജൂലൈ 13 എന്റെ കൂടെ പങ്കെടുത്ത സുഹൃത്തവിടെ ആ സമയത്ത് സ്വർഗത്തിൽ ഇങ്ങനെ മനസ്സിൽ തന്റെ കൂട്ടുകാരനെ കാണാൻ ആഗ്രഹം വരുമ്പോ മനോഹരമായ കട്ടിൽ പാറിപ്പറന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹു തൗഫീഖ് നൽകട്ടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുമ്പോ എന്താണോ നമ്മൾ ആഗ്രഹിച്ചത് അത് ആ സ്പോട്ടിൽ തന്നെ കിട്ടുന്ന ഇടമാണ് സ്വർഗം അപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക എന്റെ കൂട്ടുകാരൻ ഒരു പെങ്ങള് ചിന്തിക്കുമ്പോ ഒരു മനോഹരമായ കട്ടിൽ വരുമെന്ന് ആ കട്ടിലിൽ നമ്മൾ കയറുമെന്നും ഏതൊരു സുഹൃത്തിനാണോ നമ്മൾ ആഗ്രഹിച്ചത് ആ സുഹൃത്തിന്റെ അരികിലേക്ക് ഈ കട്ടിലിലൂടെ പാറിപ്പറന്നു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വർഗത്തിന്റെ കട്ടിലിനെ കുറിച്ച് സൂറത്തുൽ വാഖിയ വളരെ മനോഹരമായി പറയുന്നുണ്ട് പഴയകാല ഇന്നലകളിൽ നമ്മുടെ വീടുകളിൽ മഗ്രിബ് ഇശാഇനിടയിൽ ഓതിയ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തുൽ വാഖിയ അത്ഭുതമാണ് ആ സൂറത്ത് അൻഖറ സൂറത്തുൽ വാഖിയ ലൻ തുസിബ് ലഹു ഫഖത്തുൽ അബദാ കൃത്യമായി നിത്യമായിട്ട് സൂറത്തുൽ വാഖിയ ഒരാൾ പാരായണം ചെയ്താൽ അവന്റെ ജീവിതത്തിൽ സങ്കടങ്ങളില്ല അവന്റെ ജീവിതത്തിൽ പ്രാരാബ്ധങ്ങളില്ല സമാധാനപൂർണമായ സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി സന്തോഷം സൂറത്തുൽ വാഖിയ ഓതുന്ന വീട്ടിലുണ്ടാകുമെന്ന് വ്യക്തിയിലുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹു പതിവാക്കുന്നവർക്ക് മരണം വരെ തീർക്കാൻ തൗഫീഖ് നൽകട്ടെ ഞാൻ പറഞ്ഞത് ആ സൂറത്തിന്റെ മഹത്വം സാന്ദർഭികമായി സൂചിപ്പിച്ചു അതിൽ കട്ടിലിനെ കുറിച്ചുണ്ട് വിഷയത്തിലേക്ക് വരട്ടെ നമ്മൾ ആഗ്രഹിക്കുമ്പോ കട്ടിൽ വരും ആ കട്ടിലിൽ നമ്മൾ കയറും ഏതൊരു സുഹൃത്തിനെയാണോ മനസ്സിൽ കാണാൻ ആഗ്രഹം വരുന്നത് ആ സുഹൃത്തിന്റെ അരികിലേക്ക് ചെല്ലുമെന്ന എന്നിട്ട് ആ സുഹൃത്തിന്റെ അരികിലോട് എത്തുമത്രേ കട്ടിലിലൂടെ
ഈ ഹദീസ് പറയും, ഈ സദസ്സിൽ നമ്മൾ മണിക്കൂർ ഇരിക്കുന്നത് വെറുതെ ആവില്ല. ഈ സദസ്സിന്റെ മഹത്വം ഇൻഷാ അല്ലാഹ് 2024 ജൂലൈ 13 ഈ ഇരുത്തം നാളെ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് സാക്ഷിയാകുന്ന ചരിത്രമാ. ഒന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ആമീൻ പറ. അല്ലാഹുവേ ഈ സദസ്സ് സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഈ സദസ്സ് കാരണം നാളെ സ്വർഗത്തിൽ സന്തോഷിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. സ്വർഗത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നു, കട്ടിൽ വരുന്നു, ആ കട്ടിലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സുഹൃത്തിന്റെ അരിയിലെത്തുന്നു. പരസ്പരം കണ്ടുമുട്ടുന്നു, അവർ ഹസ്തദാനം ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഇവിടെ ഞാൻ വന്നപ്പോ പ്രിയപ്പെട്ട സുഹൃത്തിനെ കെട്ടിപ്പിടിച്ച് നിങ്ങൾ കണ്ടില്ലേ? മാസങ്ങളായി ഞങ്ങൾ കണ്ടിട്ട്. അപ്പൊ സ്വാഭാവികമാണല്ലോ എന്നതുപോലെ സ്വർഗത്തിൽ കാണുമ്പോ അല്ലാഹു ഭാഗ്യം തരട്ടെ. അങ്ങനെ പരസ്പരം കണ്ടുമുട്ടുന്നു, സ്വർഗത്തിന്റെ സുഖങ്ങളെ കുറിച്ച്, സന്തോഷങ്ങളെ കുറിച്ച് സുഹൃത്തുക്കൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നു. ആ സമയത്ത് സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട് ചോദിക്കുമത്രേ, മതാ അദ്ഖലനല്ലാഹുൽ ജന്ന. നിനക്കറിയോ കൂട്ടുകാരാ, നമ്മുടെ നാട്ടിലുള്ള, കുടുംബത്തിലുള്ള, അയൽപക്കത്തുള്ള, നമ്മോടൊപ്പം ഗൾഫിൽ ജോലി ചെയ്ത, ബിസിനസ് നടത്തിയ, അങ്ങനെ നമ്മൾ അറിയുന്ന പല ആളുകൾ കത്തിക്കാളുന്ന നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കുമ്പോ നീ അറിയോ, മതാ അദ്ഖലനല്ലാഹുൽ ജന്ന. നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ അരുതായ്മകൾ വന്നുപോയിട്ടുണ്ട്, പാപങ്ങൾ നമ്മളിൽ നിന്നും സംഭവിച്ചു പോയിട്ടുണ്ട്. കൂട്ടുകാര് നരകത്തിലാ, കുടുംബക്കാര് നരകത്തിലാ, നമ്മളറിയുന്ന പലരും നരകത്തിലാ. നമ്മളിൽ നിന്നും വന്നുപോയ പാപങ്ങൾ പുറത്ത് ഈ മനോഹരമായ സ്വർഗീയ ആരാമങ്ങളിൽ ഉല്ലസിക്കാൻ എങ്ങനെയാണ് ഭാഗ്യം ലഭിച്ചതെന്നറിയോ? സുഹൃത്ത് പറയുമത്രേ, ഹബീബ് മുഹമ്മദ് മുസ്തഫ, അതെ അറിയാ, ഫീ യൗമി കദാ ഫീ മജ്ലിസി കദാ തഔനല്ലാഹു ഫഗഫറല്ലാഹു ലനാ വഅദ്ഖലനല്ലാഹുൽ ജന്ന. അല്ലാഹു ഭാഗ്യം തരട്ടെ. സുഹൃത്ത് പറയുമത്രേ, നാം അറിയാം, ഫീ യൗമി കദാ. ഫോർ എക്സാമ്പിൾ 2024 ജൂൺ 13 ഫീ യൗമി കദാ ഫീ മജ്ലിസി കദാ. അന്നൊരു സദസ്സിൽ നമ്മൾ പങ്കെടുത്തില്ലേ? ആ സദസ്സിൽ വെച്ച് ചെയ്തുപോയ ഇന്നലകളെ കുറിച്ച് പടച്ച തമ്പുരാന്റെ ദർബാറിലേക്ക് കരങ്ങളുയർത്തി, അല്ലാഹ് രക്ഷപ്പെടുത്തണേ, സ്വർഗം തരണേ എന്ന്, പാപങ്ങൾ പൊറുക്കണേ എന്ന സദസ്സിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചില്ലേ? ഫഗഫറല്ലാഹു ലനാ. ആ സദസ്സിലെ നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ച് പാപങ്ങൾ പൊറുത്തു. അദ്ഖലനല്ലാഹുൽ ജന്ന. അല്ലാഹു നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് ഇത്തരത്തിലുള്ള സദസ്സിനെ കുറിച്ചോർത്ത് നാളെ രണ്ട് സുഹൃത്തുക്കൾ പരസ്പരം ചർച്ച ചെയ്യുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ ഭാഗ്യം തരണേ അല്ലാഹ്. നാളെ സ്വർഗത്തിലെത്താനും സ്വർഗത്തിൽ സന്തോഷിക്കാനുള്ള ഒരു സദസ്സായി ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. സാറുന്ന ഒരു മഹൽ വ്യക്തിത്വത്തിന്റെ പേരിലാണ് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ 5 ആണ്ട് കഴിഞ്ഞിട്ടും ഇന്നും ഇത്തരത്തിലുള്ള സദസ്സുകൾ പലയിടത്തായി നടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട ഫൈസി അബൂ ത്വാഹിർ ഫൈസി ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവർ അല്ലാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരായിരുന്നു. അല്ലാഹുവിന് വേണ്ടി അവർ വേണ്ടതൊക്കെ ഇവിടത്തെ തൊട്ടടുത്തുള്ള പ്രിയപ്പെട്ട അയൽവാസി സുഹൃത്തുക്കളാകുന്ന മറ്റു മതസ്ഥരിൽപ്പെട്ട പ്രിയപ്പെട്ട പെങ്ങന്മാർ സുഹൃത്തുക്കൾ ഇവിടെ ശബ്ദം ശ്രവിക്കുന്നതായി കണ്ടു. ഒരമ്മയുടെ കുറിച്ച് ഇവിടെ പറഞ്ഞു. അവരൊക്കെ വളരെ ആത്മാർത്ഥതയോടെ ഈ മനുഷ്യനെ ഉൾക്കൊണ്ടത്. അവർ നല്ല ജീവിതം സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ, ഒത്തൊരുമയോടെ താൻ ഇടപെടുന്നവരോടൊക്കെ ജാതി മത ഭേദമന്യേ എല്ലാവരോടും പെരുമാറിയതിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും ഇസ്ലാം നൽകുന്ന മെസ്സേജ് അതാണ്. എല്ലാവരോടും സൗഹൃദം, എല്ലാവരോടും സ്നേഹം.
അള്ളാഹു എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കട്ടെ. അപ്പോൾ വിശിഷ്യ ഇത്തരത്തിലുള്ള സദസ്സിന്റെ മർമ്മപ്രധാനമായ ലക്ഷ്യം നമ്മുടെ ദുനിയാവും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആഖിറം രക്ഷപ്പെടുക എന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ വിശുദ്ധമായ മുഹറമിലാണ് നമ്മൾ ഉള്ളത്. അഥവാ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആദ്യത്തെ മാസം ഇസ്ലാമിക കലണ്ടറിന്റെ 1ാമത്തെ മാസത്തിലാണ് നമ്മൾ ഉള്ളത്. ഓരോ ദിവസവും സമയങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോൾ ഇന്ന് നമ്മൾ ചെറുവാളൂർ ഉസ്താദ് അനുസ്മരിക്കുന്നു. ഒരുപാട് സദസ്സുകൾക്ക് നേതൃത്വം നൽകിയ ആളാണ് അദ്ദേഹം. ഇവിടുന്ന് വിട പറഞ്ഞപ്പോൾ ഓർക്കാൻ പലതും ബാക്കി വെച്ചിട്ടാ പോയത്. നമ്മൾ ഓർക്കണം, നമ്മളും വിട പറയേണ്ടവരാണ്. അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദുആ ചെയ്യുന്ന ഒരവസരമെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ യഥാർത്ഥ ലക്ഷ്യം ആഖിറമാണ്. ആ ആഖിറത്തിൽ വിജയിക്കുക എന്നതാണ് പ്രധാനം. അതുകൊണ്ട് വിശുദ്ധമായ മുഹറമിൽ ഒരു പുതിയൊരു പ്രതിജ്ഞക്ക് പ്രതിജ്ഞാബദ്ധരാവണം നമ്മൾ. ഇന്നലകളില്ലാത്തൊരു ജീവിതം. കാരണം ഇനിയുള്ള ദിവസങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാമികൾ 3 പത്തിനിക്ക് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. അതിൽ കഴിഞ്ഞ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ വിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10, അതോടൊപ്പം തന്നെ ഈ മുഹറം 1 മുതൽ 10 വരെ വിശുദ്ധ ഹദീസിൽ കാണാം ശഅറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ മാസം. അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോൾ അതിനിക്ക് ബഹുമതികൾ ഏറെയുണ്ട്. വിശുദ്ധ കഅബയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ബൈത്തുല്ലാ എന്ന അള്ളാഹുവിന്റെ ഭവനം. അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോ മഹത്വമുണ്ട്. ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ആകാശ ഭൂമിയെ സൃഷ്ടിച്ചത് മുതൽ മാസങ്ങൾ 12 മിൻഹ അർബഅത്തുൻ ഹുറും. അതിൽ പവിത്രതയുള്ള 4 മാസമുണ്ട്. അതിൽ ഒന്ന് മുഹറമാണ്. മുഹറം ഓൾറെഡി മഹത്വമുള്ള മാസമാണ്. അതോടൊപ്പം തന്നെ അതിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസം വളരെ മഹത്വമാണ്. അതോടൊപ്പം തന്നെ മുഹറം 10ന്റെ അന്ന് മുഹറം 10 വളരെ പ്രധാനമാണ്. ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസം, ഒരുപാട് അത്ഭുതങ്ങൾ തീർത്ത മാസം, ഒരുപാട് സങ്കടങ്ങൾക്ക് പരിഹാരം തീർത്ത മാസം, ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ പ്രാപിച്ച മാസം വിശുദ്ധ മുഹറം 10. നമ്മളിപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. എന്നാൽ ചരിത്രത്തിൽ കാണാം ഭൂമി ലോകത്ത് ആദ്യം മഴ വർഷിച്ചത് വിശുദ്ധമായ മുഹറം 10. ഈ ആകാശത്തെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത് മുഹറം 10. ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായത് മുഹറം 10. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാസങ്ങളോളം കത്തിയുണ്ടാക്കിയ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ട് ആ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം 10. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ നിന്ന് മോചിതനായത് മുഹറം 10. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യവയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം 10ലാണ്. അല്ലേ? അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്ന വല്ലാത്ത അത്ഭുതത്തിന്റെ കഥ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റുണ്ട്. മജ്ലിസിൽ നമ്മൾ ഓർക്കുമ്പോ ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് ഏത് പ്രതിസന്ധിയിലും നിങ്ങൾ മനോഹരമായ ഒരു അത്ഭുത ദിക്റ് ഖുർആൻ പറയുന്നുണ്ട്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം വനാദാ ഫിൽ ളുലുമാത്, ഇരുട്ടുകൾ എന്ന് അവിടെ പറഞ്ഞത്. അതായത് രാത്രിയുടെ ഇരുട്ട്, കടലിന്റെ ഇരുട്ട്, മത്സ്യവയറ്റ്, അങ്ങനെ ആർക്കും രക്ഷപ്പെടാനാവാത്ത ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ വെച്ച് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞു ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഒന്ന് ചൊല്ലിയോക്കേ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്ർ ചൊല്ലിയപ്പോ ഫനജൈനാഹു മിനൽ ഗം, ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ ആർക്കും രക്ഷപ്പെടാൻ പറ്റാത്ത, പെടുത്താൻ പറ്റാത്ത ആ ഗമ്മിൽ നിന്ന് നാം രക്ഷപ്പെടുത്തി.
എന്നാലോ വകദാലിക നുൻജിൽ മുഅ്മിനീൻ, നമ്മളും മനസ്സറിഞ്ഞ് പ്രതിസന്ധി ഘട്ടത്തിൽ തന്റെ രക്ഷിതാവിനെ ഓർത്തുകൊണ്ട്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഹദീസിൽ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ ഒരാൾ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ ദിക്ർ ചൊല്ലിയാൽ രക്ഷപ്പെടുത്തും. പറ്റാവുന്ന എല്ലാവരും സുബ്ഹിന് ശേഷം ഒരു 7 തവണ, മഗ്രിബിന് ശേഷം ഒരു 7 തവണ നമ്മുടെ ശാരീരിക, മാനസിക, സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ സദസ്സിൽ വെച്ച് നമ്മളൊന്ന് ഓർത്തെടുക്കൂ. ഈ മജ്ലിസിന്റെ ഒരു സമ്മാനമായിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ദിക്റ മുഹറം മാസത്തിലാ നമ്മളുള്ളത്. ഈ വരുന്ന ബുധനാഴ്ചയാണ് നമുക്ക് മുഹറം 10. ആ മുഹറം 10 അത്ഭുതത്തിന്റെ കഥ പറയുന്ന യൂനുസ് നബി അലൈഹിസ്സലാം ഈ ദിക്ർ ചൊല്ലിയത് കാരണമാണ് മത്സ്യവാറ്റിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ഖുർആൻ പറഞ്ഞ അമൂല്യ ദിക്ർ. മഹാന്മാരൊക്കെ പറയുന്നു ഇതിന്റെ അത്ഭുത ഫലങ്ങൾ. പറ്റാവുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. മനസ്സിൽ തട്ടിയിട്ട് ഖുർആൻ ഓതിയ പ്രതിഫലം കൊണ്ടും കിട്ടും. അതോടൊപ്പം തന്നെ ദിക്ർ ആഖിറത്തിലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഈ ഐഹികമായ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന സാമ്പത്തിക, മാനസിക, ശാരീരിക പ്രശ്നങ്ങൾക്ക് ഇത്തരത്തിലുള്ള ദിക്റിൽ പരിഹാരമുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. ഒരു പുതിയ വർഷത്തിലാണ് നമ്മളുള്ളത്. അല്ലേ, നമ്മുടെ ജീവിതം താൽക്കാലികമാണ്. എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ചറിയില്ല. ഈ അടുത്തായി നമ്മൾ കേൾക്കുന്ന മരണങ്ങൾ അങ്ങനെയാണ്. പെട്ടെന്നുള്ള മരണങ്ങൾ. നല്ല രീതിയിൽ വീട്ടിൽ നിന്ന് ഈ അടുത്ത് കൊണ്ടോട്ടിയിൽ ഒരു മരണം ഒരുപക്ഷെ പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണും. ഏകദേശം 50 വയസ്സുള്ള 2 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുണ്ട്, പിഞ്ചു പൈതലുണ്ട്. ഈ കഴിഞ്ഞ ശനിയാഴ്ച ഏകദേശം 10 ദിവസം കഴിഞ്ഞ് കാണും. അദ്ദേഹം രാവിലെ ഷട്ടിൽ ബാറ്റ് കളിച്ച് എൻജോയ്മെന്റ് ചെയ്ത് ശരീരം ഒന്നും കൂടി ഉഷാറായി റിഫ്രഷ് ചെയ്ത് ഒന്ന് കുളിക്കാൻ കുളത്തിലേക്ക് ഇറങ്ങിയതാ. മലക്കുൽ മൗത്ത് അസ്റായിൽ വന്ന റൂഹിനെ പിടിച്ചു. കമ്മിൻ സ്വഹീഹിം മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ്ദഹരി. അത്ഭുതമാണ് ഇന്നത്തെ മരണവാർത്തകൾ. ഈ അടുത്തായി നമ്മൾ കേൾക്കുന്നതൊക്കെ പെട്ടെന്നുള്ള മരണങ്ങളാ. വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ പുറത്തു പോകുന്നു. വൈകുന്നേരമാകുമ്പോ മയ്യിത്തുമായി വീടണയുന്നു. മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ തോളത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്. ഓ പൊന്നുമോനെ, ഇദാ അസ്ബഹത ഫലാ തന്തളിരിൽ മസാ വഇദാ അംസൈത ഫലാ തന്തളിരിസ് സ്വബാ. പ്രഭാതമായാൽ വൈകുന്നേരം വരെ ജീവിക്കുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. വൈകുന്നേരം മുതൽ രാവിലെ നീ ജീവിക്കുമെന്ന്. എത്ര മരണങ്ങളാ. രാത്രി നല്ല രീതിയിൽ കിടന്നുറങ്ങുന്നു, പക്ഷേ രാവിലെ എഴുന്നേൽക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ആരോഗ്യമുള്ള നല്ല ആളുകൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു. എന്നാലോ രോഗിയായി ഈ കുടുംബങ്ങൾ, കൂട്ടുകാര്, ഇയാളൊന്നും മരിച്ചെങ്കിൽ ആഗ്രഹിക്കുന്ന, രോഗത്തോട് മൂർച്ഛിച്ച് ശ്വാസം വലിക്കാനും ഇറക്കാൻ പറ്റാത്ത എത്രയോ രോഗികൾ നമ്മുടെ നാടുകളിലുണ്ട്. അല്ലാഹു അവർക്ക് ഖൈറായ മരണം നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഈ പരിശുദ്ധമായ മുഹറമിൽ അല്ലാഹുവിലേക്ക് സമർപ്പിക്കണം. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നമുക്കൊക്കെ മനപ്പാടമുള്ള
അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ പലരും ഓതുന്ന സൂറത്തുൽ മുൽക്ക് ഓതാത്തവരെ സദസ്സിൽ നിന്ന് മനസ്സുകൊണ്ട് തീരുമാനിക്കണം. 30 ആയത്തുള്ള ഇന്ന ഫിൽ ഖുർആനി 30 ആയ, ഖുർആനിൽ ഒരു സൂറത്തുണ്ട് 30 ആയത്താ ഉള്ളത്. അത് ഖുർആനിലുള്ള 30 ആയത്തുള്ള ഒരു സൂറത്ത് സൂറത്തുൽ മുൽക്ക്. അത് നിത്യമായി ഓതിയാളെ ഖബറിൽ രക്ഷപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ. അത്ഭുതമാണ് ഈ സൂറത്ത്. സൂറത്തുൽ മുൻജിയ എന്നാണ് ഇതിന്റെ പേര്. തൗറാത്തിൽ രക്ഷപ്പെടുത്തുന്ന സൂറത്ത്. ഇൻഷാ അല്ലാഹ് ഇപ്പൊ എല്ലാ സൗകര്യം നമ്മുടെ കയ്യിലുണ്ട്. കയ്യിൽ മൊബൈലുണ്ട്. ഖുർആൻ ഒരു 3 മിനിറ്റ് മതി സൂറത്തുൽ മുൽക്ക് ഓതാൻ. രണ്ടാമതായി ഞാൻ പറയുന്നു, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും 6 അടി മണ്ണാകുന്ന ഖബറിൽ നമുക്ക് രക്ഷകനായി, കൂട്ടുകാരനായി, നമ്മെ രക്ഷപ്പെടുത്താൻ വരുന്ന ഒരു സൂറത്ത്, അത് സൂറത്തുൽ മുൽക്കാണെന്ന് മുഹമ്മദ് മുസ്തഫ. രക്ഷപ്പെടുത്തുന്ന സൂറത്ത് എന്നല്ല, നാം വല്ല തെറ്റുകൾ ചെയ്തത് കാരണം മലക്കുകൾ നമ്മളെ ശിക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സലാത്തെന്ന് ഉറക്കെ പറ. മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ വിശ്വവിമോചനത്തിന്റെ തീബന്ധമായിട്ട് സമർത്തപ്പെട്ട മർദ്ദിത പതിത പരകോടികൾക്ക് ആശ്വാസത്തിന്റെ കുളിർ തന്നലേ മുഹമ്മദ് മുസ്തഫ. വർത്തമാനകാല യുഗത്തിന്റെ നവോമണ്ഡലത്തിൽ വിപ്ലവത്തിന്റെ പടപ്പാട്ട് പാടിയ നായക മുഹമ്മദ് മുസ്തഫ. മേലോട്ട് നോക്കിയാൽ നീലമേലോപ്പം, താഴോട്ട് നോക്കിയാൽ ചുട്ടുപൊള്ളുന്ന മണൽക്കാടും തങ്ങളുടെ കയ്യിലൊട്ടകത്തെ തൊളിക്കുന്ന ചാട്ടവാറല്ലാതെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളോട് സമരസപ്പെട്ടു പോകാൻ ആത്മീയ ദിശാബോധത്തിന്റെ ചൂണ്ടുപലകയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ ജനതയുടെ സത്യസാക്ഷാത്കാരമാ മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് ജിസ്ക ദുനിയാ സാദിഖുൽ വഅദോ അമീൻ കഹ് ദേ ഓ ബന്ദോ ജിസ്ക റഹ്മാൻ റഹ്മത്തൽ ലിൽ ആലമീൻ കഹ് ദേ. മുഹമ്മദ് എന്ന പ്രവാചകനെ പറ്റിയുള്ള അപദാന കീർത്തനങ്ങൾ അനന്തമാണ്. വിശ്വസ്തനെന്നും അൽ അമീനെന്നും തന്റെ ജനത പാടിപ്പുയർത്തുമ്പോ ബന്ദോ ജിസ്ക റഹ്മാൻ, കാരുണ്യവാനായ പടച്ചതമ്പുരാ മുത്തുനബിയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാ, അങ്ങീ ലോകത്തിന്റെ കാരുണ്യമാ, അങ്ങീ ലോകത്തിന്റെ കാരുണ്യമാ. അങ്ങില്ലെങ്കിൽ ലോകമില്ല, കത്തിച്ചൊലുക്കുന്ന സൂര്യനില്ല, വെളിച്ചം വീശുന്ന ചന്ദ്രനില്ല. തുസാഹിബേ യൗലാക്ക്. ഈ പ്രപഞ്ചാണ്ട ഇതിഹാസങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത് സൂറത്തുൽ മുൽക്ക് അത്ഭുതമാണ്. നമ്മൾ ആത്മാർത്ഥതയോടോതിയാൽ നമ്മൾ വല്ല തെറ്റുക ചെയ്ത് കാരണം മലക്കുകൾ നമ്മളെ ശിക്ഷിക്കാൻ ഒരുങ്ങുമ്പോ ഈ സൂറത്തുൽ മുൽക്ക് ഒരു രൂപത്തിൽ വരുമെന്നും മലക്കിനോട് തർക്കിക്കുമെന്ന് സൂറത്തുൽ മുജാദില എന്നും സൂറത്തുൽ മുൽക്കിന് പേരുണ്ട്. സൂറത്തുൽ മുൻജിയ രക്ഷപ്പെടുത്തുന്നത്, സൂറത്തുൽ മുജാദില തർക്കിക്കുന്നത്. മലക്കിനോട് തർക്കിക്കുമെന്ന് ഒന്നുകൂടി പറഞ്ഞാൽ എത്രത്തോളം നമ്മളെ വിജയിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം സൂറത്തുൽ മുൽക്ക് നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ. വിശുദ്ധ ഖുർആനിലെ 30 സൂക്തമുള്ള സൂറത്തുൽ മുൽക്ക് ഞാനാണെങ്കിൽ ഈ മനുഷ്യനെ രക്ഷപ്പെടുത്തണേ, ഇയാള് നിത്യമായിട്ട് എന്നെ പാരായണം ചെയ്യുന്ന ആളാണെന്ന് അള്ളാഹുവിനോട് പറഞ്ഞ് ഖബറിൽ നമുക്കൊരു കൂട്ടുകാരനായി സൂറത്തിൽ വരുമെന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇത് വെറുതെ പറയില്ലല്ലോ. മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹാ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞാലും അത് അല്ലാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശം ചിന്തിക്കുക. ഞാൻ പറഞ്ഞത് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, ഒരു റബ്ബ് മഹോന്നതനാണ്, അത്യുന്നതനാണ്. ബിയദിഹിൽ മുൽക്ക്, അവന്റെ കയ്യിലാണ് അധികാരം. ആരെന്നറിയോ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, ജീവിതത്തെ സംവിധാനിച്ചവനാ, അവൻ മരണത്തെ സംവിധാനിച്ചവനാ. അല്ലാഹു മരണത്തെ സംവിധാനിച്ചു, അല്ലാഹു ജീവിതത്തെ സംവിധാനിച്ചതെന്നറിയോ? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. എന്തിനാണ് അല്ലാഹു മരണത്തെ സംവിധാനിച്ചത്? എന്തിനാണ് ജീവിതത്തെ സംവിധാനിച്ചത്? ആരാണ് സുകൃതങ്ങൾ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് അടുക്കുന്നതെന്നറിയാൻ മരണവും ജീവിതവും നമ്മെ പരീക്ഷിക്കാനാണ്. അതുകൊണ്ട് വിശുദ്ധമായ മുഹറം നമ്മളൊക്കെ പ്രതിജ്ഞ എടുക്കുക, എന്റെ ജീവിതത്തിന്റെ ഇന്നലകളിൽ വന്നുപോയ പാപങ്ങൾ പൊറുക്കാൻ ഈ സദസ്സ് പിരിയും മുമ്പ് മനസ്സറിഞ്ഞുകൊണ്ട് ചോദിക്കണം. ശേഷം ഒരു തെറ്റ് ചെയ്യാതെ, പ്രത്യേകിച്ച് കൃത്യമായിട്ട് 5 വക്ത് ഖളാ ആവാതെ അല്ലാഹുവിലേക്ക് ജീവിതം സമർപ്പിക്കാൻ പറ്റണം. എന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. ഇത് താൽക്കാലികമാണ്. മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സ്വറഫ അർബഹൻ ഇലാ അർബഹിൻ ദഖലൽ ജന്ന. ഹബീബ് മുഹമ്മദ് മുസ്തഫ 4 കാര്യം 4 കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ, 4 കാര്യം 4 കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ ദഖലൽ ജന്ന. ഒന്ന് അന്നൗമ ഇലൽ ഖബർ, അന്നൗമ ഇലൽ ഖബർ, ഉറക്കത്തെ നമ്മൾ മാറ്റിവെക്കണം ഖബറിന്റെ ഏകാന്തതയിൽ രക്ഷപ്പെടാൻ. എത്രയോ ഉറക്കമൊഴുക്കുന്നവരാണ് നമ്മൾ. എത്രയോ ദീർഘനേരം ഉറങ്ങാതെ നിൽക്കുന്ന, പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് വേണ്ടി. എന്നാൽ അന്നൗമയിലൽ ഖബർ, ഖബറിന്റെ ഏകാന്തത, ആരാരും സഹായിക്കാനില്ലാത്ത ഇരുട്ടറയാകുന്ന മണ്ണറയിൽ നമ്മെ കൊണ്ടുപോയി വെക്കുമ്പോ, ജീവിതത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിന് വേണ്ടി ഒരു 10 മിനിറ്റ് ഉറങ്ങാതെ ഒരു തസ്ബീഹ് ചൊല്ലാൻ പറ്റുമെങ്കിൽ, മനസ്സറിഞ്ഞുകൊണ്ട് 3 മിനിറ്റ് തബാറക് ഓതാൻ മാറ്റിവെച്ചെങ്കിൽ ഖബറിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലേ? ആ ഖബർ ആരാരുമില്ലാത്ത ഖബർ. മിൻഹാ ഖലഖ്നാകും വഫീഹാ نعيدكم ومنها نخرجكم تارة أخرى. അല്ലേ? എത്ര അടുത്ത ആളെങ്കിലും, എത്ര സ്നേഹിച്ച ആളാണെങ്കിലും അവൻ പറയുന്നു 3 പിടി മണ്ണ് വാരിയിട്ട് മീസാങ്കല്ല് കുത്തിയിട്ട് തിരിച്ചു വരും. പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവരെ, മിൻഹാ ഖലഖ്നാകും, ഈ മണ്ണിൽ നിന്നാ നിന്നെ സൃഷ്ടിച്ചത്, ഇതാ മണ്ണിലേക്ക് തന്നെ മടക്കി. മിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. എത്ര ഖബർ നമ്മൾ കണ്ടു, എത്ര ഖബറിലേക്ക് നമ്മൾ മണ്ണ് വാരിയിട്ടു. ഒരു നിമിഷം ഞാനും നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടോ, അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ ഞാനും മരിക്കുമല്ലോ, എന്റെ പേര് മാറി മയ്യിത്തെന്ന് വിളിക്കുമല്ലോ, ആരാരും സഹായിക്കാനില്ലാത്ത ഇരുട്ടറയാകുന്ന ഖബറിൽ എന്നെയും കൊണ്ടുപോയി വെക്കുമല്ലോ. ആരാരുമില്ലാത്ത കുടുങ്ങിയ ഭൂമി. മഹാനായ ഇസ്ലാം റിപ്പബ്ലിക്കിന്റെ 3ാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുന ഉസ്മാൻ ഖബർ കണ്ടാൽ പിന്നെ ഒലിക്കുന്നതായിരു കണ്ണുകൾ ചടം തന്നെ. ഉസ്മാൻ തങ്ങൾ ഖബറിനരികിലൂടെ നടന്നു പോകുമ്പോ പൊട്ടിക്കരയുമായിരുന്നു. ഒന്ന് ചിന്തിക്കും, ആരാ ഉസ്മാൻ? ഇസ്ലാം റിപ്പബ്ലിക്കിന്റെ ഖലീഫ ഉസ്മാൻ തങ്ങൾ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ
ഒന്ന് ശ്രദ്ധിച്ചോക്കേ, ഉസ്മാൻ തങ്ങൾ സ്വർഗത്തിലാടുന്ന മുഹമ്മദ് മുസ്തഫ. ആ ഉസ്മാൻ തങ്ങൾ കരഞ്ഞിട്ട് കവളത്ത് 2 പാടമുണ്ടായിരുന്നു, കറുത്ത പാടുകൾ. ചോദിച്ചു, എന്തിനാണ് കരയുന്നത് തിരു മുസ്തഫ? പറയുന്നതായി ഞാൻ കേട്ടതാ, അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകൻ ഇസ്ലാം പ്രബോധനത്തിന്റെ 3ാം ഖലീഫ പറയുന്നു, എന്റെ ഹബീബ് എന്നെ പഠിപ്പിച്ചത് പാരത്രിക ലോകത്തേക്കുള്ള ആദ്യത്തെ ഭവനമാണ്. ഇതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം മെച്ചമാ, അല്ലാതിരുന്നാൽ വൻ നഷ്ടമാ. ഇവിടെ ഒറ്റക്ക് കിടക്കണ്ടേ? നരകത്തിൽ ആളുണ്ട്, മഹ്ശറയിൽ ആളുണ്ട്, ഖബർ ഒറ്റക്ക് കിടക്കണ്ടേ? അങ്ങനെ പേടിച്ച് കരഞ്ഞതാ. ഒന്നുകൂടെ എന്നെ കേൾക്കോ, മനസ്സിൽ തട്ടിയിട്ടൊന്ന് ഈ ശബ്ദം കേൾക്കോ. ആരാണ് കരഞ്ഞെന്നറിയോ? എന്നെയും നിങ്ങളെയും പോലത്തെ സാധാരണയല്ല, സ്വർഗത്തിലാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലാണെന്ന് ഉറപ്പ് ടിക്കറ്റ് ലഭിച്ച മുത്തുനബി പ്രഖ്യാപിച്ച 10 ആളിൽ ഒരാളാ ഉസ്മാൻ. ഒന്നുകൂടി കേൾക്കോ, ഉസ്മാൻ തങ്ങൾ സ്വർഗത്തിലെന്ന് മാത്രമല്ല, ഇന്നലികുല്ലി നബിയ്യാ ഇന്നലികുല്ലി നബിയ്യിൻ റഫീഖൻ ഫിൽ ജന്ന റഫീഖി ഫിൽ ജന്നത്തി ഉസ്മാൻ. നബിമാർക്കും സ്വർഗത്തിൽ ഓരോ കൂട്ടുകാരുണ്ട്, പക്ഷേ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഉസ്മാനാണെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിൽ മുത്തുനബിയുടെ കൂട്ടുകാരാകാൻ ഭാഗ്യം ലഭിക്കുന്നു ഉസ്മാൻ. ഖബർ കണ്ടിട്ട് കരഞ്ഞു. ആ ഖബറിൽ നമുക്ക് രക്ഷപ്പെടണം. അല്പം ഉറക്കം ഖബറിന്റെ ഏകാന്തതയിൽ രക്ഷപ്പെടാൻ. അങ്ങനെ നമ്മൾ ഉറക്കം ഖബറിലേക്ക് മാറ്റിവെച്ചാൽ മഹാന്മാരെ കുറിച്ച് പറ ഉറൂസ് എന്നാണല്ലോ. ചെറുവാലൂർ ഉസ്താദിന്റെ 5ാം ഉറൂസ്. ഉറൂസ് അറൂസിൽ നിന്ന് വന്നതാ. നം ഖനൗമത്തിൽ അറൂസ്. നല്ല മനുഷ്യൻ ഖബറിലേക്ക് വെച്ചാൽ മലക്കുകൾ പറയുമത്രേ, പുതിയ പിള കിടന്നുറങ്ങും പോലെ ശാന്തമായി കിടന്നുറങ്ങാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. അതിന് നമ്മൾ ഉറക്കമൊഴിയും. നമ്മുടെ കയ്യിലുള്ള, പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടി ഒരുപാട് സമയം നമ്മൾ വേസ്റ്റ് ചെയ്യും. ദീർഘനേരം നമ്മൾ ഉറങ്ങാതിരിക്കും. സുബഹിക്ക് നമ്മൾ എഴുന്നേൽക്കുമില്ല. അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഫുട്ബോൾ കാണാൻ, അല്ലെങ്കിൽ മറ്റു അനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉറക്കമറിയാറുണ്ട്. പക്ഷേ അല്ലാഹനെ ഓർത്തുകൊണ്ട് ഒരു നിമിഷം ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് ഖബറാകുന്ന ഏകാന്തത ഭവനത്തിൽ രക്ഷപ്പെടാൻ എന്റെ ഹബീബ് പഠിപ്പിച്ച സൂറത്തുൽ മുൽക്ക് ഓതിയാൽ ഖബർ രക്ഷപ്പെടുമെന്ന ആ ഹദീസ് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ പ്രതിജ്ഞ ചെയ്താൽ നാളെ റബ്ബിന്റെ മുമ്പിൽ ഈ സദസ്സ് സാക്ഷി, അല്ലാഹുവിന്റെ മുമ്പിൽ ഖബറാകുന്ന ഏകാന്തതയിൽ നമുക്ക് കൂട്ടുകാരനായിട്ട് രക്ഷകനായിട്ട് ജീവിതത്തിൽ നമ്മൾ ആത്മാർത്ഥതയോടെ ഓതിയ സൂറത്തുൽ മുൽക്ക് വന്ന് ജീവിതത്തിൽ കളവ് പറയാൻ നാക്കനക്കാത്ത മുത്ത് മുഹമ്മദ് മുസ്തഫ. മഹദിയായ റാബിയത്തുൽ അദവിയ തീരെ ഉറങ്ങാറില്ലത്രേ. ചോദിച്ചു, റാബിയ ശരീരം ക്ഷീണിക്കില്ലേ, ഉറങ്ങൂന്നില്ലേ? ചോദിച്ചു, പറഞ്ഞു അത്രേ, അൽഹനാം അല്ലാഹു നാളിറുൻ ഇലയ്യ. ഞാൻ എങ്ങനെയാ ഉറങ്ങുന്നത്? എന്റെ റബ്ബിങ്ങനെ എന്നെ നിരീക്ഷിക്കുകയല്ലേ, എന്റെ റബ്ബിനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ഇപ്പൊ മരിക്കോ അതല്ല നാളെ മരിക്കോ എനിക്കറിയില്ലല്ലോ. എന്റെ ഉറക്ക് വെറുതെ വേസ്റ്റായി പോയില്ലേ എന്നോർത്ത് റാബി ഉറങ്ങാറില്ല. ഇന്നത്തെ സൈക്കോളജി ശാസ്ത്രം, ആരോഗ്യ ശാസ്ത്രം പറയുന്നെന്താ? കൂടുതൽ ഉറങ്ങേണ്ടതില്ലെന്നാ. അല്പം തന്നെ ഉറങ്ങാൻ മതി. ഉറക്ക് വരുമ്പോൾ മറന്നുറങ്ങിയാൽ മതി. അതായത് ശരീരത്തിൽ ക്ഷീണം വരുമ്പോൾ കുറച്ച് ഉറങ്ങാൻ പിന്നെ അടിക്കാന്ന്. സാധാരണ നമ്മൾ 8 മണിക്കൂറൊക്കെ ഉറങ്ങണമെന്ന് ഇതുവരെ പറഞ്ഞു. ഇപ്പൊ അടുത്ത് കണ്ടുപിടുത്ത അത്ര ഉറങ്ങണ്ടില്ല, ജസ്റ്റ് ഉറങ്ങിയാൽ മതി. 3 മണിക്കൂറൊക്കെ ഉറങ്ങാൻ മതി.
ഇതൊക്കെ ആദ്യമേ നമ്മൾ കിതാബുകളിലും ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലെ നേരത്തെ എഴുന്നേറ്റിരുന്നു, ഒരുപാട് ദീർഘനേരം നിസ്കരിച്ചിരുന്നു. മഹാന്മാരൊക്കെ 3 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുമായിരുന്നു ഒക്കെ ചരിത്രത്തിൽ കാണാം. ഇപ്പടുത്ത് പറയപ്പെട്ട ന്യൂസാണ്. നമ്മൾ ആദ്യം പറയും 6 മണിക്ക് ഉറങ്ങണം, 8 മണിക്ക് ഉറങ്ങണം എന്നല്ല. രാത്രി നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ ഞാനടക്കമുള്ള നമ്മളെന്താ പകല് ഫുള്ള് ഖളാ വിട്ട് ഉറക്കലേ. രാത്രി ഇന്നലെ കുറെ വൈകി. സത്യത്തിൽ ഇപ്പൊ അങ്ങനെ വേണ്ടെന്നാണ് പുതിയ ശാസ്ത്രം പറയുന്നത്. അതായത് ശരീരത്തിന് ക്ഷീണം വരുമ്പോ അല്പം ഉറങ്ങിയാൽ മതി, കൂടുതൽ ഉറങ്ങേണ്ടതില്ല. ഞാൻ പറഞ്ഞു വന്നത്, പലപ്പോഴും പലതിനു വേണ്ടി നമ്മൾ ഉറക്കത്തെ മാറ്റിവെക്കാറുണ്ട്. പക്ഷേ നാളെയുടെ ജീവിതത്തിലേക്ക് ഉറക്കത്തെ മാറ്റിവെക്കുക. മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ രണ്ടാമതായി 4 കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുക. 4 കാര്യത്തിന്റെ രക്ഷ. 1, ഉറക്കം ഖബറിലേക്ക് മാറ്റിവെക്കുക. അതായത് ഖബർ ജീവിതത്തിൽ രക്ഷപ്പെടാൻ അല്പം ഉറങ്ങുക, കൂടുതൽ നമ്മൾ ഹയാത്താകുക. രണ്ടാമത്തത് വൽ ഫഖ്റ ഇലൽ മീസാൻ. അഭിമാനം എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന്റെ അഭിമാനം, ഒരു മുസ്ലിമിന്റെ വിജയം, ഒരു മുസ്ലിമിന്റെ സന്തോഷം, അത് മീസാൻ എന്ന തുലാസാ. ആ മീസാൻ എന്ന തുലാസ് വിട്ടുകടന്നാൽ ഫമ്മൻ സഖുലത് മവാസീനു ഫഹുവ ഫീ ഐശത്തിർ റാളിയ വഅമ്മാ മൻ ഖഫത് മവാസീനു ഫഉമ്മുഹു ഹാവിയ. രണ്ടാമത്തെ നമ്മൾ മാറ്റിവെക്കേണ്ട വൽ ഫഖ്റ ഇലൽ മീസാൻ. അഭിമാനത്തെ മീസാൻ എന്ന തുലാസ്. അന്നാണ് നമുക്ക് അഭിമാനം വേണ്ടത്. നമ്മൾ ജീവിതത്തിന്റെ ഇന്നലകൾ ചെയ്ത എല്ലാം രേഖപ്പെടുത്തിയല്ലോ. ഇന്നലെ വെള്ളിയാഴ്ച നമ്മൾ ഓതിയില്ലേ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സ്വഗീറതൻ വലാ കബീറതൻ ഇല്ലാ ഹസാഹാ. ചെയ്തതൊക്കെ തെരുമത്ര നമ്മുടെ കയ്യിൽ. അത്ഭുതത്തോടെ നാം ചോദിക്കും മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാ, ഒന്നും ഒഴിവാക്കിയിട്ടില്ലല്ലോ, എല്ലാം ഇതിലുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ നന്മതിന്മകൾ തൂക്കപ്പെടും. ആരുടെ നന്മയുടെ തുലാസ് ഖനം കൂടിയോ അവർ തൃപ്തികരമായ ജീവിതത്തിലാ. നമ്മൾ ആകെ ചെയ്യുന്ന ഒരു 5 വക്ത് നിസ്കാരം ഒന്ന് ആലോചിച്ച് നോക്കിയേ. 24 hours 24 മണിക്കൂറിൽ നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്ന അമലെന്താ? 5 വക്ത് നിസ്കാരം. അന്ന് കൂട്ടിയാൽ ഏകദേശം ഒരു 25 മിനിറ്റ്. ബാക്കി എത്ര മണിക്കൂറാണ് നമ്മൾ വെറുതെ ആക്കുന്നത്? ആരുടെ മീസാന്റെ തുലാസ് കനം കുറഞ്ഞോ അവന്റെ സങ്കേതം ഹാവിയ. ഏതാണത്? കത്തിച്ചൊലിക്കുന്ന തീനാളമാണ്. നരകത്ത് അല്ലാഹു 7 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒന്ന് പേര് ഹാവിയ. അത് സമയം വേസ്റ്റ് ആക്കിയവർക്ക്, നന്മയുടെ തലാസ് കനം കുറഞ്ഞവർക്ക്. ഞാൻ പറഞ്ഞല്ലോ 24 മണിക്കൂറിൽ ആകെ നമ്മൾ ചെയ്യുന്ന അമൽ നിസ്കാരം. അത് തന്നെ കൃത്യമായിട്ട് ചെയ്യുന്ന എത്ര പേരുണ്ട്? അള്ളാഹു നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ പറ. അള്ളാഹു സ്വീകരിക്കട്ടെ. സത്യത്തിൽ 24 മണിക്കൂറും നമുക്ക് നന്മയിലാക്കി മാറ്റാൻ പറ്റും. അതായത് നമ്മളിപ്പോ 24 മണിക്കൂർ നമ്മളൊക്കെ ചെരുപ്പ് ധരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു മുസ്ലിം എങ്ങനെയാണ് ചെരുപ്പ് ധരിക്കേണ്ടതെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലത്തെ കാല് കൊണ്ടാണ് ചെരുപ്പ് ധരിക്കേണ്ടത്. ഞാൻ 24 മണിക്കൂർ നന്മ കിട്ടുന്ന ഒരു സിമ്പിൾ അമൽ പറഞ്ഞുതരാം. ഇത് ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. മഹാനായ സയ്യിദ് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഏകദേശം അടുത്തെത്തായിട്ടുണ്ട്. നമുക്ക് ആ സമയത്ത് നമുക്ക് തീർക്കണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നിങ്ങൾ ആമീൻ പറയുന്നില്ല? അള്ളാഹു സ്വീകരിക്കട്ടെ. വലത്തെ കാലിലാണ് ചെരുപ്പ് ധരിക്കുക. നമ്മൾ എന്തായാലും ചെരുപ്പ് ധരിക്കും, ഏതെങ്കിലും ഒരു കാലിൽ ചെരുപ്പ് ധരിക്കും. എന്നാൽ ഇതെന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്. വലത്തെ കാലിൽ ചെരുപ്പ് ധരിക്കൽ സുന്നത്താണ് എന്ന നിയത്തോടെ ചെരുപ്പ് ധരിച്ചാൽ. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ? നമ്മുടെ കാലിൽ ചെരുപ്പുള്ള കാലത്തോളം നമുക്ക് പ്രതിഫലമാണ്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ചെരുപ്പ് ധരിച്ചവരുണ്ടാവും, ഊരി വെച്ചവരുണ്ടാവും, ചെരുപ്പിന്റെ മേൽ കാലിച്ചുണ്ടാവും. ചെരുപ്പ് ധരിക്കുമ്പോ വലത്തെ കാലിൽ ധരിക്കുക സുന്നത്താണെന്ന നിയത്തോടെ. അപ്പൊ നമ്മുടെ കാലിൽ ചെരുപ്പുള്ള കാലത്തോളം നന്മ രേഖപ്പെടുത്തും.
എന്നിട്ട് ഇടത്തെ കാലിൽ നമ്മൾ ചെരുപ്പൂരുക. ഇടത്തെ കാലിലാണ് ചെരുപ്പൂരേണ്ടത്. റസൂലുള്ള പഠിപ്പിച്ചതാണ്. സുന്നത്ത് എന്ന നിയത്തോടെ ചെരുപ്പൂരിയാൽ അടുത്ത ചെരുപ്പ് ഇടുന്നത് വരെ നമുക്ക് കൂലിയാണ്. എല്ലാരും ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ് പോലെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ വലൗ അൻ തൽഖ അഖൈക ബിവജ്ഇൻ തുലിഖ് എന്നാ പറഞ്ഞത്. നന്മ ഇപ്പൊ സുന്നത്തല്ലുള്ളൂ, അത് കറാത്തല്ലുള്ളൂ എന്നല്ലേ നമ്മൾ പറയാ. ചെറിയൊരു കാര്യമാണ്. നന്മയിൽ നിന്നൊന്നും നമ്മൾ നിസ്സാരമാക്കരുത്. നിന്റെ സഹോദരന്റെ മുഖത്തേക്ക് പുഞ്ചിരിയോടെ നോക്കൽ വരെ പുണ്യമാണെന്ന് പഠിപ്പിക്കപ്പെട്ട മതത്തിന്റെ വക്താക്കളാ നമ്മൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ചെരുപ്പ് ധരിക്കുമ്പോ വലത്തെ കാലിൽ ധരിക്കുക, സുന്നത്ത് എന്ന നിയത്തോടെ. ഊരുമ്പോ ഇടത്തെ കാൽ. അപ്പോൾ മീസാൻ എന്ന തുലാസിൽ ഏറ്റവും കനം കൂടുന്ന അമലായി മാറും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊന്ന് സന്തോഷം സിറാത്ത് പാലത്തേക്ക് മാറ്റിവെക്കണം. ഒരു മുഅ്മിനിന്റെ സന്തോഷം ഇവിടത്തെ സന്തോഷങ്ങളൊന്നും സന്തോഷങ്ങളല്ല, ഇവിടത്തെ സുഖങ്ങളൊന്നും സുഖങ്ങളല്ല. യഥാർത്ഥ സന്തോഷം ഏതെന്നറിയോ? ഫമൻ സുഅ്സിയാനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാണ് നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ടത്? അല്ലേ? ഇവിടത്തെ വിജയങ്ങളൊന്നും വിജയങ്ങളല്ല, പരാജയങ്ങളൊന്നും പരാജയമല്ല. ഒരു വിശ്വാസിയുടെ വിജയം ഏതെന്നറിയോ? സന്തോഷിക്കുന്ന സമയം. ഫമൻ സുഅ്സിയാനിൻ നാർ, നരകത്തിൽ നിന്ന് ആരാണ് അകറ്റപ്പെട്ടത്? വഉദ്ഖിലൽ ജന്ന, സിറാത്ത് പാലം 3000 വർഷം ദൈർഘ്യമുള്ള സിറാത്ത് പാലം വിട്ടുകടന്നിട്ട് വേണം മംബസലത്ത് ഖദമാഉ ഫിൽ ജന്നതി ഫഖദ് ഫാസ്. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. വാളിനേക്കാൾ മൂർച്ചയുള്ള, മുടിയേക്കാൾ നേർമയുള്ള ആ സിറാത്ത് പാലം അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. അവിടെയാണ് നമ്മുടെ സന്തോഷം. നാലാമതായി ആഗ്രഹങ്ങൾ നാളെ സ്വർഗത്തിലെ ആഗ്രഹങ്ങളാക്കുക. അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹുവാണ് നമ്മുടെ ജീവിതം സംരക്ഷിക്കുന്നവരും തിട്ടപ്പെടുത്തുന്നതും, ജീവിതം തന്നവനും മരണം തന്നവരും. അതുകൊണ്ട് താൽക്കാലികമാണ്, ക്ഷണികമാണ്. വിശുദ്ധ ഖുർആൻ ഒരായത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാ. വിശുദ്ധുൽ ഖുർആനിൽ ഒരായത്ത് കാണാം. അഫഅസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. വല്ലാത്ത ഈ ഗോൾഡൻ മജ്ലിസ് മഹാനായ ചെറുവാറൂർ ഉസ്താദിന്റെ ഉറൂസുമായി ജബ്ബാർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഇവിടെ ഒരുക്കുമ്പോ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആന്റെ ഒരു താക്കീതുണ്ട്. ഹൃദയത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന ചോദ്യമാ. അഫഅസിബ്തും അന്നമാ ഖലഖനാകും അബസാ, നിങ്ങൾക്ക് ധാരണയുണ്ടോ വെറുതെ സൃഷ്ടിച്ചതാണെന്ന്? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും റബ്ബിലേക്ക് മടക്കപ്പെടില്ലെന്ന ധാരണയുണ്ടോ? അഫഅസിബ്തും അന്നമാ ഖലഖനാകും അബസാ, വെറുതെ പഠിച്ചതാണോ എന്ന ധാരണ നിങ്ങൾക്കുണ്ടോ? അല്ലാഹുവിലേക്ക് മടക്കപ്പെടില്ല. ഒന്നുകൂടി പറയട്ടെ, ഈ ആയത്തിന്റെ സാരം ഒന്നുകൂടി കേൾക്കുമോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പാവപ്പെട്ട ശാരീരികമായി മാനസികമായി തളർന്ന ഒരാളുണ്ട്. വല്ലാത്ത പ്രയാസമാണ്. എല്ലാവരും അയാളെ കുറിച്ച് വേവലാതിയാ. വല്ലാത്ത ക്ഷീണിതനാണ്, വല്ലാത്ത സങ്കടത്തിലാ. മഹാനായ ഇബ്നു മസ്ഊദ് ആ മനുഷ്യന്റെ തലയിലൊന്ന് തൊട്ട് മന്ത്രിച്ചു. അയാൾക്ക് വല്ലാത്ത ആശ്വാസമുണ്ടായി. റസൂലുള്ളാഹിക്ക് വിവരമറിഞ്ഞു. ഇബ്നു മസ്ഊദ് ഒരാളെ തലയിൽ തൊട്ട് മന്ത്രിച്ചപ്പോ വല്ലാത്ത ക്ഷീണിച്ച വിഷമിച്ച ആൾക്ക് വല്ലാത്ത അത്ഭുതമുണ്ടായി. റസൂലുള്ളാഹി ഇബ്നു മസ്ഊദിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, മോനെ, വല്ലാത്ത അത്ഭുതമാണല്ലോ നീ ചെയ്തത്. ഒരു പാവപ്പെട്ട ശാരീരികമായി മാനസികമായി തളർന്ന ഒരാൾ തലയിലങ്ങ് തലവെച്ചപ്പോ എല്ലാവരും പറയുന്നു, അത്ഭുതത്തിൽ ആ മനുഷ്യൻ സന്തോഷമാണ്. എന്താണോ നീ ചെയ്തതെന്ന് ചോദിച്ചപ്പോ ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നു, റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അങ്ങ് പഠിപ്പിച്ചൊരായത്തില്ലയോ? അഫാസിബ്തും അന്നമാ ഖലഖനാകും അബസാ,
വഅന്നകും ഇലൈനാ ലാ തുർജഊ. വല്ലാത്ത അർത്ഥസമ്പുഷ്ടമാണ്, വല്ലാത്ത അത്ഭുതപ്പെട്ട ആയത്താ. ഈ ആയത്ത് മന്ത്രിച്ചതാ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. എന്നാൽ അത്ഭുതമാണ് ഈ ആയത്ത്. ഈ ആയത്തെങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് ആത്മാർത്ഥമായിട്ടൊരാൾ ഈ ആയത്ത് ഓതിയാൽ ഈ ആയത്തിന്റെ ആശയം ഉൾക്കൊള്ളാൻ പറ്റാതെ ആ പർവ്വതങ്ങൾ തരിപ്പണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അഭിവന്ദനായ മഹാനായ പാണക്കാട് സയ്യിദ് മുഹൈൻ അലി ശിഹാബ് തങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. وجب الشكر علينا مدى للإذا. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന അഭിവന്ദനായ പാണക്കാടിന്റെ സുഹൃത്ത് മഹാനായ സയ്യിദുൽ ഉൽമ മർഹൂം സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ അഭിവന്യ പുത്രൻ, നമ്മുടെ ആവേശം, നമ്മുടെ അഭിമാനം, മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ മഹത്തായ മജ്ലിസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങളുടെ ഉദ്ഘാടനവും നസീഹത്തും ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അപരാധങ്ങൾക്ക് അല്ലാഹു മാപ്പ് നൽകി ഇനിയുള്ള ജീവിതം അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും പറയപ്പെട്ടതുപോലെ ഈ സദസ്സ് കൊണ്ട് നാളെ സ്വർഗത്തിൽ പരസ്പരം കണ്ടുമുട്ടാനും സന്തോഷിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമേ എന്ന് ഉണർത്തിക്കൊണ്ട് അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.